Hi dear students, welcome back to Dhanya's classroom. It's me Dhanya. Today we are going to learn the continuation of our third chapter. Title of our chapter, that is Human Resource Development in India. In first part, we completed the features of human resources, especially the quantitative feature. മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ എന്ന പാഠഭാഗത്തിലെ മാനവ വിഭവശേഷി വികസനത്തിന്റെ ഗണപരമായ സവിശേഷതകൾ നമ്മൾ ആദ്യ ഭാഗത്തിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി നമ്മൾ എന്തെല്ലാമാണ് മാനവശേഷി വികസനത്തിന്റെ ഗുണപരമായ സവിശേഷതകൾ എന്നാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. Our topic, that is qualitative aspects of human resource development. മാനവ വിഭവശേഷി വികസനത്തിന്റെ ഗുണപരമായ സവിശേഷതകൾ എന്തെല്ലാം നോക്കാം. The population that can contribute to the manpower of the nation as its strength. Then അധ്വാന ശേഷിയുള്ള ജനങ്ങളാണ് ഒരു രാജ്യത്തിന്റെ സമ്പത്ത്. What are the qualitative factors that improve the labor potential? അധ്വാന ശേഷിയെ മെച്ചപ്പെടുത്തുന്ന ഗുണപരമായ ഘടകങ്ങൾ എന്തെല്ലാമാണ്? 4 കാര്യങ്ങളാണ് ഉള്ളത്, ശ്രദ്ധിക്കുക. ഫസ്റ്റ് പോയിന്റ്, ദാറ്റ് ഈസ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. സെക്കൻഡ് പോയിന്റ്, ഹെൽത്ത് കെയർ, ആരോഗ്യ പരിപാലനം. തേർഡ് പോയിന്റ്, ട്രെയിനിങ്, പരിശീലനം. ദെൻ ലാസ്റ്റ് പോയിന്റ്, സോഷ്യൽ ക്യാപിറ്റൽ, സാമൂഹ്യ മൂലധനം. These are the qualitative factors that improve the labor potential. Next, your important 6-mark question. What are the advantages in developing human resource? മാനവ വിഭവശേഷി വികസിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം? One wordson is there in your textbook. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പദസൂര്യൻ നോക്കാം നമുക്ക്. Please observe that figure. Productivity of the workers increases. നമ്മൾ ഒരു മാനവ വിഭവമായി കഴിഞ്ഞാൽ, അധ്വാന ശേഷിയുള്ള വ്യക്തിയായി കഴിഞ്ഞാൽ, പ്രൊഡക്ടിവിറ്റി ഓഫ് ദ വർക്കേഴ്സ് ഇൻക്രീസസ്. നമുക്ക് കൂടുതൽ തൊഴിലാളികളുടെ ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നു, കൂടുതൽ കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. Then economic inequality is reduced. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാലറി ഓട്ടോമാറ്റിക്കലി കൂടുന്നു. Then based on that economic inequality reduced. Then സമൂഹത്തിലെ സാമ്പത്തിക അന്തരം കുറയുന്നു. Natural resources is utilized effectively. പ്രകൃതി വിഭവങ്ങളെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഉപയുക്തമാക്കാൻ സാധിക്കുന്നു. Then make possible the development and use of advanced technology. മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യകളും വികസനവും ഉപയോഗവും സാധ്യമാകുന്നു. Then social welfare is ensured. നമ്മൾ മെച്ചപ്പെടുന്നു, അതോടുകൂടി മറ്റുള്ളവരെ കൂടി സഹായിക്കാനുള്ള ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാകുന്നു. അതാണ് സാമൂഹ്യ ക്ഷേമം ഉറപ്പുവരുത്തുന്നു. ലാസ്റ്റ് പോയിന്റ്, എന്റർപ്രണർഷിപ്പ് ഇംപ്രൂവ്. എന്റർപ്രണർഷിപ്പ് ഇംപ്രൂവ് എന്ന് പറഞ്ഞാൽ സംരംഭകത്വം. നമ്മൾ സ്വയം ഒരു സ്ഥാപനം തുടങ്ങുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നു, സംരംഭകത്വം മെച്ചപ്പെടുന്നു. These are the major advantages in developing human resources. Next our topic, that is education and human resource development. വിദ്യാഭ്യാസവും മാനവശേഷി വികസനവും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ പറയാൻ പോകുന്നത്. A mere increase in the population will not lead to the development of a country. ജനസംഖ്യ കൂടിയതുകൊണ്ട് ഒരു രാജ്യത്ത് മാനവശേഷി വികസനം ഉണ്ടാവണമെന്നില്ല. It requires people with potential and skill. For that, people with potential and skill, കഴിവും വൈദഗ്ധ്യവുമുള്ള ആളുകളെയാണ് ഒരു രാജ്യത്തിന് ആവശ്യം. Education has a major role in molding skilled people. വൈദഗ്ധ്യമുള്ള ജനങ്ങളെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസത്തിന് ഒരുപാട് പങ്കുണ്ട്. How education help the development of a country? എങ്ങനെയാണ് വിദ്യാഭ്യാസം ഒരു രാജ്യത്തിന്റെ പുരോഗതിയിലേക്ക് സഹായകമാകുന്നത്? What flowchart is there in your textbook? Please observe that flowchart. First point, that is education. Please observe this flowchart. Education, വിദ്യാഭ്യാസം നേടുന്നതിലൂടെ improve the skill of individual. ഓരോ വ്യക്തിയുടെയും നമ്മൾ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ നമ്മളുടെ കഴിവ് വർദ്ധിക്കുന്നു. ബെറ്റർ ടെക്നോളജിക്കൽ നോഹൗ. ബെറ്റർ ടെക്നോളജിക്കൽ നോഹൗ എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനുള്ള നമ്മളുടെ അറിവ് വർദ്ധിക്കുന്നു. ഹെൽപ്സ് ടു സെക്യൂർ ബെറ്റർ ജോബ് ആൻഡ് ഇൻകം. നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജോലി നേടാനും അതുവഴി നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാനും സാധിക്കുന്നു. The last point, improved the standard of living. വിദ്യാഭ്യാസത്തിലൂടെ നല്ല ജോലി കിട്ടി, നല്ല വരുമാനമായി, നമ്മളുടെ ജീവിത നിലവാരവും മെച്ചപ്പെടുന്നു.
Very important flowchart. Education, improve the skill of individual, better technological know-how, helps to secure better job and income, improve the standard of living. One extra reading column is there in your textbook, Ministry of Human Resource Development. What is that? Listen. In India, a department operates for human resource development. This department started in the year 1985. The main responsibility of this department is to plan and implement the activities necessary for human resource development. മാനവശേഷി വികസനത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക എന്നതാണ് ഈ മിനിസ്ട്രി ഓഫ് HR എന്ന് പറയുന്ന ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്വം. Experts argue that at least 6% of the national income must be spent for providing facilities in the education sector. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഓരോ രാജ്യവും ദേശീയ വരുമാനത്തിന്റെ 6% വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി മാറ്റിവെക്കണമെന്നാണ്. During the year 2017-18, Government of India spent only 3.7% of the GDP on education. എന്നാൽ ഇന്ത്യയിൽ 2017-18 വർഷങ്ങളിൽ വെറും 3.7% മാത്രമാണ് വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയത്. Hence, the literacy rate could not be improved along the expected line. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ച അത്രയും വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടായതായി കാണുന്നില്ല. What table is there in your textbook related with literacy rate? Please observe that table. India literacy rate. Female literacy rate that is 65.46, then male that is 82.14. Total that is 74.04 only. What is literacy rate? എന്താണ് സാക്ഷരതാ നിരക്ക്? Literacy rate refers to the percentage of population that can read and write with comprehension. ജനസംഖ്യയിൽ 100 പേരിൽ എത്ര പേർക്ക് ആശയം മനസ്സിലാക്കി എഴുതാനും വായിക്കാനും അറിയുന്നു എന്നതാണ് ലിറ്ററസി റേറ്റ്. Simply we can say that ability to read and write a passage in their mother tongue. മാതൃഭാഷയിൽ ഒരു പാരഗ്രാഫ് എഴുതാനും വായിക്കാനുമുള്ള കഴിവിനെ നമുക്ക് ലിറ്ററസി റേറ്റ് എന്ന് പറയാം. The project implemented in India to develop education and skill, that is one of the very important point. Then you can expect that question for your annual exam also. Which are the projects implemented in India to develop education and skill? വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതികളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോജക്ട് ദാറ്റ് ഈസ് ICDS. What is ICDS? Integrated Child Development Scheme. നിങ്ങൾ എവിടെയാണ് അങ്ങനെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ടായിരിക്കുക? ഒരു സംശയവുമില്ല, അംഗനവാടികളുടെ മുന്നിലാണ് നമ്മളിത് കണ്ടിട്ടുണ്ടായിരിക്കുക. What are the goals of ICDS? To ensure integrated development of children up to 6 years. To ensure integrated development of children up to 6 years. 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സമഗ്രമായ വികസനമാണ് ഫസ്റ്റ് പോയിന്റ്. Second point, to provide health care for pregnant and lactating women. ഗർഭിണികളുടെയും അമ്മമാരുടെയും ആരോഗ്യ പരിപാലനം. These are the 2 goals related with ICDS. Then second point that is SSA. Then Samagra Shiksha Abhiyan. Samagra Shiksha was formed by integrating Sarva Shiksha Abhiyan and Rashtriya Madhyamik Shiksha Abhiyan. മുൻപുണ്ടായിരുന്ന SSAയും RMSAയും ഒന്നിച്ചു ചേർന്നിട്ട് പുതുതായി രൂപപ്പെടുത്തിയ പദ്ധതിയാണ് സമഗ്ര ശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, to ensure universal education to all up to higher secondary level. സാർവത്രിക വിദ്യാഭ്യാസം ഹയർ സെക്കൻഡറി വരെ ഉറപ്പുവരുത്തുക. To ensure quality and equity. Then തുല്യതയും ഗുണനിലവാരവും ഉറപ്പുവരുത്തുക. Next point, to promote the vocational education strengthen. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പരിപോഷിപ്പിക്കുക. Then last point, to improve the teacher training institute like SCRT and DIET. SCRT, DIET തുടങ്ങിയ അധ്യാപക പരിശീലന കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്തുക. Then next point that is രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷ അഭിയാൻ, RUSA. രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷ അഭിയാൻ. To increase the access to higher education. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുക.
Then to improve the quality of higher education. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക. The last point, that is National Skill Development and Monetary Reward Scheme. National Skill Development and Monetary Reward Scheme. To improve the working skill of youth. യുവാക്കളുടെ തൊഴിൽ നൈപുണ്യം മെച്ചപ്പെടുത്തുക. Second point, to ensure the availability of people with employable skill. തൊഴിൽ വൈദഗ്ധ്യം നേടിയവരുടെ ലഭ്യത ഉറപ്പുവരുത്തുക. Apart from this, several programs are also initiated by our state government. There are a lot of institutions at various levels to provide education in a country. വിദ്യാഭ്യാസം നൽകുന്നതിനായി രാജ്യത്ത് വിവിധ തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ട്. നിങ്ങൾക്കറിയാം, യൂണിവേഴ്സിറ്റീസ്, കോളേജസ്, സ്കൂൾസ്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ etc. are among them. Our country has made education a fundamental right and has passed the Right to Education Act in 2009. 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഇന്ത്യ ഗവൺമെന്റ് പാസ്സാക്കിയത്. നമ്മളുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് സാർവത്രിക വിദ്യാഭ്യാസം എന്നത്. The Constitution ensures the goal of elementary education to all through RTE. സാർവത്രിക വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പു നൽകുന്നു RTE വഴി. However, problems still exist in the education sector of India which need to be solved. ഇത്രയൊക്കെ ആണെങ്കിലും, ഇത്രയൊക്കെ പുരോഗതി നേടിയിട്ടുണ്ടെങ്കിലും നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പരിമിതികൾ ഉണ്ട്. 3 points are there. That's why this is a 3-mark question. What is the first point? Certain sections drop out from school without completing primary education. Drop out continue എന്ന് വെച്ചാൽ പ്രാഥമിക വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാതെ പല സ്ഥലങ്ങളിൽ നിന്നും കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നു. ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായേക്കാം അവർ ഒരു പക്ഷേ പഠനം അവസാനിപ്പിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. Second point, there is a lack of availability of basic facilities in the education sector. വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം. എന്തൊക്കെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ? This is one of the basic facility, board, bench etc. Then second point, quality of education has to be improved. Then a lot of improvements are there. Then again, quality of education want to be improved. വിദ്യാഭ്യാസ നിലവാരം ഒന്നുകൂടി മെച്ചപ്പെടേണ്ടതുണ്ട്. Next important topic, that is human resource development and health care. മാനവ വിഭവശേഷി വികസനവും ആരോഗ്യ പരിപാലനം. Before that, what is health? എന്താണ് ആരോഗ്യം എന്ന് പറഞ്ഞാൽ? Listen carefully. According to the World Health Organization, health is a state of physical, mental and social well-being. You know that physical, then mental, then social well-being. ശാരീരികമായും മാനസികമായും സാമൂഹ്യപരമായും ഉള്ള സുസ്ഥിരതയാണ് ആരോഗ്യം എന്നാണ് ലോകാരോഗ്യ സംഘടന നിർവചിച്ചിരിക്കുന്നത്. Along with physical conditions, importance is given to mental and social conditions as well. It is the government's responsibility to ensure health care for all. Only it can each individual work for the economic development for a country. എല്ലാവരുടെയും ആരോഗ്യ പരിപാലനം ഉറപ്പുവരുത്തുക എന്നത് ഏതൊരു ഗവൺമെന്റിന്റെയും കടമയാണ്. എങ്കിൽ മാത്രമേ രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിനായി ഓരോ വ്യക്തിക്കും പ്രവർത്തിക്കാനാവുകയുള്ളൂ. One important question waiting for you. How healthy person can participate in the progress of a country? എങ്ങനെയാണ് ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് സംഭാവന ചെയ്യാൻ സാധിക്കുക? Very important question. First point, production increases with increase in efficiency and number of working days. Then production increases with increase in the efficiency and number of working days. നിങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും സ്കൂളിൽ പോകാൻ സാധിക്കും. അതുപോലെ നല്ലോണം ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് കൃത്യമായി ജോലിക്ക് പോകാൻ സാധിക്കുന്നു. ജോലിക്ക് പോകുന്നതിലൂടെ അയാളുടെ വരുമാനം വർദ്ധിക്കുകയും ഇത് രാജ്യത്തിന്റെ പുരോഗതിക്ക് കാരണമാവുകയും ചെയ്യുന്നു. സെക്കൻഡ് പോയിന്റ്, നാച്ചുറൽ റിസോഴ്സസ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് പ്രോപ്പർലി. പ്രകൃതി വിഭവങ്ങളെ കൃത്യമായി ഉപയോഗിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നു.
Third point, medical expenses can be reduced. The reducing the government's expenditure. നിങ്ങൾക്ക് നല്ലോണം ആരോഗ്യം ഉണ്ടെങ്കിൽ ചികിത്സാ ചെലവ് കുറയ്ക്കാനും അതുവഴി സർക്കാരിന്റെ സാമ്പത്തിക ചെലവ് കുറയ്ക്കാനും സാധിക്കുന്നു. Then next point, economic development is possible through increase in production. ഉൽപാദനം വർദ്ധിച്ചാലല്ലേ ഒരു രാജ്യത്ത് പുരോഗതി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഉൽപാദന വർധനവിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക വികസനം സാധ്യമാകുന്നു. Facilities to be ensured for health care. ആരോഗ്യ പരിപാലനത്തിന് എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് വേണ്ടത് നോക്കാം. Availability of nutritious food, then availability of clean water, preventive measures. രോഗം വരെയല്ല വരാതിരിക്കാൻ വേണ്ട preventive measures. Then next, cleanliness, വൃത്തി വേണം. Then medical facilities. Then ensuring of leisure and entertainment. Then healthy environment. These are the major factors ensured for health care. Government has set up institutions that work at different levels in the medical sector. നമ്മുടെ ഗവൺമെന്റ് ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി വ്യത്യസ്ത ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഏതെല്ലാമാണ് അത്? പ്ലീസ് ഒബ്സർവ് ദിസ്. ഫസ്റ്റ് മെഡിക്കൽ കോളേജ്, ദെൻ സെക്കൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, തൊട്ട് താഴെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ദാറ്റ് ഈസ് CHC. Then next, primary health center, after that health sub center. ആരോഗ്യ രംഗത്തിന്റെ വികസനത്തിന് വേണ്ടി നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇതെല്ലാം. One extra reading column is there in your textbook, that is All India Institute of Medical Science, AIIMS. AIIMS has been established to make available the services of the best doctors and modern medical facilities. Now, there are 9 such institutions working in different parts of the country. There are various hospitals operate to make available modern treatment facilities. ഇന്ന് ആധുനിക രീതിയിലുള്ള ചികിത്സ ലഭ്യമാക്കുന്നതിന് വ്യത്യസ്ത തരത്തിലുള്ള ആശുപത്രികൾ നമ്മുടെ രാജ്യത്തുണ്ട്. Several institutions which provide different system of medicines like Ayurveda, Yoga, Naturopathy, Unani, Siddha, Homeopathy, etc. also included in our country. The next important topic, that is NRHM and NUHM. What is this? NRHM, National Rural Health Mission. ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ. NUHM, ദേശീയ നഗരാരോഗ്യ മിഷൻ. Function to make available quality health service to all. The NRHM operate in rural sector. NRHM, ദേശീയ ഗ്രാമീണ ആരോഗ്യ പദ്ധതി ഫംഗ്ഷൻ ചെയ്യുന്നത് പേര് പറയുന്നത് പോലെ തന്നെ റൂറൽ സെക്ടറിൽ, ഗ്രാമങ്ങളിലാണ്. The NUHM provide improved health services to the residents of urban slums and other marginalized people in towns with a population of more than 50,000. 50,000-ത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് NUHM. As a result of these programs, the activities like life expectancy in India has been improved. ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായി ഇന്ത്യയിലെ ജനങ്ങളുടെ ആയുർദൈർഘ്യം വർദ്ധിച്ചിരിക്കുന്നു. What is life expectancy? എന്താണ് ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറഞ്ഞാൽ? ആയുർദൈർഘ്യം എന്ന് പറഞ്ഞാൽ ലൈഫ് എക്സ്പെക്ടൻസി is the expected average years of life of a person lives. ഒരു മനുഷ്യൻ എത്ര വയസ്സ് വരെ ഏകദേശം ജീവിക്കുന്നു? Simply we can say that expected lifetime of a person. We have understood that human resource is as important as natural resources. നമ്മൾ മനസ്സിലാക്കിയില്ലേ ഈ ചാപ്റ്ററിൽ മനുഷ്യര് പ്രകൃതി വിഭവങ്ങൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മാനവ വിഭവം. Therefore, planned efforts are required in the education and health sectors to develop human resources. അതുകൊണ്ട് തന്നെ മാനവ വിഭവം വികസിക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കി രണ്ട് കാര്യങ്ങൾ കൃത്യമായി ഡെവലപ്പ് ചെയ്യണം: വിദ്യാഭ്യാസവും ആരോഗ്യവും. ആരോഗ്യ പരിപാലനത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കുമായി ഒരുപാട് എഫേർട്സ്, ഒരുപാട് പദ്ധതികൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വരേണ്ടത് അത്യാവശ്യമാണ് എന്നതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. My dear students, I think you realize that we completed our third chapter also. Then in next class we will discuss another chapter. If you like my class, don't forget to subscribe my channel Dhanya's Classroom.
Thank you for watching my class. Thank you.